പെട്ടെന്ന് കുറെ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പൈസ നഷ്ടപ്പെടുന്നവർ കുറെ ഉണ്ട്. ഞാൻ പറയുന്നത് അതായത് ഈ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസയെ ഭീകരമായി ഗ്രോ ആക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ണും പൂട്ടി ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ദിവസം ദിവസം ട്രേഡ് ചെയ്യാം. ലോങ് ടേം പറഞ്ഞാൽ എത്ര വർഷം? ഒരു 20 വർഷം. എഫ് ഡിയിലേക്ക് എത്ര വർഷത്തേക്കാണ് പൈസ ഇടുന്നത്? 8 വർഷമൊക്കെ പോസ്റ്റ് ഓഫീസിലൊക്കെ. ശരി, അതിന്റെ മെച്യൂരിറ്റി 8 വർഷം വിചാരിച്ചു. 8 വർഷം കഴിയുമ്പോൾ അത് മെച്യൂർ ആയി, അപ്പൊ പൈസ വന്നു. ആ പൈസ എന്ത് ചെയ്യും? പിന്നെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും? അപ്പൊ എവിടെ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബേസിക്കലി ജീവിതത്തിൽ എപ്പോ ആവശ്യങ്ങളുണ്ടോ അതിലേക്കല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ലോങ് ടേമിലേക്ക് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോളജ് വേണം. ഏത് ഇപ്പൊ 5000 ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ഈ നല്ല നല്ല കമ്പനി ഏതാണെന്ന് സ്വയം കണ്ടെത്തണം, അവരെ പറ്റി പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊന്നും ആരും ചെയ്യേണ്ട. സാധാരണക്കാരെ എന്തിനൊക്കെ ചെയ്യുന്നത്? അവർക്കൊന്നും ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് എക്സാക്ട്ലി. അപ്പൊ സാധാരണക്കാർ ഇതിലേക്ക് ഒന്നും പോകണ്ട. മ്യൂച്വൽ ഫണ്ട് നേരിട്ടില്ലേ? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാല് ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ്, ഒരു വലിയ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോളും. നമ്മളൊന്നും അറിയണ്ട. അപ്പൊ നമ്മൾ മാസം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ എന്റെ സാലറി 50,000 രൂപയാണെങ്കിൽ ഞാൻ എല്ലാ മാസവും 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ 5,000 രൂപ ഒരു മാസത്തിൽ ഒരു നിശ്ചിത ദിവസം ആകുമ്പോൾ തനിയെ കട്ടായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറിക്കോളും. നമ്മൾ എഫ് ഡിയിലേക്ക് 5,000 ഇടുന്ന ആള് എഫ് ഡിയിലേക്ക് 5,000 മാറ്റിയിട്ട് മേ ബി ഒരു 3,000 എങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടാൽ മതി. അതവിടെ കിടന്ന് ഇങ്ങനെ ഗ്രോ ആയിക്കോളും. അത് ഗ്രോവേ ആവുള്ളൂ. അല്ല, ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയുന്നത് നമ്മൾ അതിന് ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറെ കണ്ടെത്തണം എന്ന് പറഞ്ഞില്ലേ? അത് ബാങ്കുകൾ നമ്മളെ സഹായിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വഴി? എന്താ മ്യൂച്വൽ ഫണ്ട് മാനേജറെ കണ്ടെത്തണം എന്ന് പറയുന്നത് ഒന്നും അറിയാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് മേ ബി ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നേക്കാം. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സ്വയം കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്ത് ചെയ്യുന്നുണ്ടാവും, അയാൾ ഇത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അതിൽ തന്നെ ഇടാം. അത് അത്ര ഒപ്റ്റിമൈസ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല എങ്കിൽ ബാങ്ക് മാനേജറുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് മാനേജറിനെ സഹായിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറി ആൾക്കാർ കുറെ പേരുണ്ട്. ഞാനല്ല, അല്ലാതെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ചെറിയൊരു കമ്മീഷൻ പോകും. ഞാൻ പറയുന്ന കമ്മീഷൻ കൊടുത്താലും വേണ്ടില്ല, അവരുടെ കമ്മീഷൻ ഇത്തിരി ഉണ്ടാവുള്ളൂ, 0.5% ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അല്ലല്ല, ഗ്രോത്തിന്റെ അത്രേ ഉള്ളൂ. റൈറ്റ്. അപ്പോ നമ്മള് എഫ് ഡിയിൽ ഇട്ട് എന്ത് കിട്ടും? 5-6% കിട്ടും. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട ഒരു 12 മുതൽ 17 വരെ കിട്ടാൻ സാധ്യത. അതിലൊരു അവർ കൊണ്ടുപോയാലും വേണ്ടില്ല, പരിപാടി നടന്നോളട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എഫ് ഡിയിൽ പൈസ ഇടുന്ന അതേ മാനസികാവസ്ഥയോടുകൂടി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോലും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചോളൂ. എല്ലാവരും അവരവരുടെ വർക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ അത് ചെയ്ത് ജീവിക്കുന്നു. മാസം പൈസ കട്ടായി അവിടെ പോകുന്നു. അവിടെ നല്ല ആൾക്കാരിരുന്ന് നല്ല സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതങ്ങനെ SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ്. ഇൻഫാക്ട് ടാക്സ് സേവിങ്സ് പോലുമുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നത് ഒരു നോ ബ്രെയിനറാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ട്രേഡിങ്ങിലേക്ക് പോകുമ്പോഴാണ് പലരുടെയും പൈസ നഷ്ടപ്പെടുന്നതും. അത് കുറേയും യങ്സ്റ്റേഴ്സ് ആകാം, ഇല്ലെങ്കിൽ പറയും മിഡ് ലൈഫ് ക്രൈസിസ് വരുമ്പോൾ പണ്ട് ആൾക്കാർ വേറെ പല പരിപാടികൾക്ക് പോകും. ഇപ്പം വെറുതെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി ട്രേഡ് ചെയ്ത് പൈസ കളയുന്നൊക്കെ പറയലുണ്ട്.